ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ പാർട്ട് 1 വീഡിയോ ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് എന്ത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, ഒന്ന് പെട്ടെന്ന് പോയി ആ വീഡിയോ കാണുക, അതിനുശേഷം ഈ ഒരു വീഡിയോ കൂടി കാണുക. ക്ലിയർ ആയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ബേസിക് കാര്യം പറഞ്ഞുകൊണ്ടാണ്. പിന്നെ എന്താണ് ഡിസ്കസ് ചെയ്തത്? അതായത് ഓരോ ഡിവൈസസിലുമുള്ള എനർജി ചേഞ്ച് നമ്മൾ പഠിച്ചു. അതുപോലെ ജൂൾസ് ലോ എന്താണ്, അതിന്റെ കുറച്ച് പ്രോബ്ലംസും കൂടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്. അതായത് നമ്മൾ ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് റെസിസ്റ്റർ അറേഞ്ച് ചെയ്യേണ്ടത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് 2 തരം കണക്ഷൻ ആണ് ഉള്ളത്. ഒന്ന് നമ്മുടെ സീരീസ് കണക്ഷൻ, 2 നമ്മുടെ പാരലൽ കണക്ഷൻ എന്നിങ്ങനെ 2 കണക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സീരീസ് കണക്ഷൻ എന്ന് വെച്ചാൽ? ആ പേരിൽ തന്നെ ഉണ്ട്. സീരീസ് എന്ന് വെച്ചാൽ എന്താണ്? ശ്രേണി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മുടെ റെസിസ്റ്ററിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നു? ശ്രേണിയായിട്ട് കണക്ട് ചെയ്യുന്നു, ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അതായത് നമ്മൾ ശ്രേണിയായിട്ടാണ് റെസിസ്റ്ററിനെ കണക്ട് ചെയ്യുന്നത്. അതിനെയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഫിഗർ നോക്കിയാലോ? ഇതാണ് നമ്മുടെ ഫിഗർ. അതായത് R1 എന്ന റെസിസ്റ്ററും അതുപോലെ R2 എന്ന് പറയുന്ന റെസിസ്റ്ററും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. അതായത് when a circuit is completed by connecting the resistors one after the other, it is called series connection. അതായത് നമ്മൾ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാണ്, അതിനുശേഷം നമ്മൾ എന്ത് നോക്കണം? റെസിസ്റ്ററിനെ നോക്കണം. അത് one after the other ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതെന്താണ്? സീരീസ് കണക്ഷൻ ആണ്. അതാണ് നമ്മുടെ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സീരീസ് കണക്ഷന്റെ കേസിൽ 3 കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, കറന്റ് എന്താവും. 2, വോൾട്ടേജ് അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താവും. 3, നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താവും. അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നമ്മുടെ കറന്റ് എന്താവും. അതായത് ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. അതിൽ I എന്ത് ചെയ്യും? I എന്ന് പറയുന്നത് സെയിം ആണ്. R1ൽ പാസ് ചെയ്യുന്ന I തന്നെയാണ് R2ലും പാസ് ചെയ്യുക. അതായത് ഈ R1ൽ പാസ് ചെയ്യുന്ന കറണ്ട് I ആണ് എങ്കിൽ R2ൽ പാസ് ചെയ്യുന്ന കറണ്ടും I ആണ്. I എന്ന് പറയുന്നത് സെയിം ആണ്. അതിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് ഇവിടെ സീരീസ് കണക്ഷനിൽ ടെൻഷൻ ഇല്ല. എങ്ങനെ ഓർത്തു വെക്കും? നമ്മുടെ സീരീസിൽ ഒരു I ഉണ്ടല്ലോ, ശരിയല്ലേ? I എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കറന്റ് ആണ്. കറന്റ് എന്താണ്? സെയിം ആണ്. ഇതിൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് S ആണ്. അതായത് കറന്റ് എന്ന് പറയുന്നത് സെയിം ആണ്. കറന്റിനെ കുറിച്ച് ആലോചിച്ച് നമുക്കിനി ടെൻഷൻ ഇല്ല. ക്ലിയർ അല്ലേ? അതായത് കറന്റ് സെയിം ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യും? ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. നമ്മുടെ V എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഈ R1ൽ പാസ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? V1 ആവും. അതുപോലെ R2ൽ പാസ് ചെയ്യുന്ന വോൾട്ടേജ് എന്താവും? V2 എന്നാവും. അതായത് V is equal to V1 plus V2. ക്ലിയർ അല്ലേ? V1 plus V2 ആയി മാറും. വോൾട്ടേജ് ആണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. കറന്റ് എന്താണ്? സെയിം ആണ്. അത് തന്നെയാണ് ഈ ഡിസ്ക്രിപ്ഷനിലും പറയുന്നത്. അതായത് when resistors are connected in series, the potential difference get divided. അതായത് V എന്ന് പറയുന്നത് എന്താവും? V1 and V2 ആയിട്ട് മാറും. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നെക്സ്റ്റ് എന്താണ് സെയിം ആയിട്ട് വരിക? നമ്മുടെ കറന്റ് ആണ് ഇവിടെ സെയിം ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? V is equal to V1 plus V2 എന്നുമായിട്ട് മാറും. അതിൽ Vക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? IR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓംസ് ലോയിൽ പഠിച്ചതാണ്. V is equal to IR. ഇവിടെ R എന്ന് പറയുന്നത് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. അതായത് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? R1 plus R2 എന്നാണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുക. അതായത് നമ്മൾ ഈ ഒരു Vക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? IR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൽ V1 നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? IR1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ V1. അതിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? IR1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാരണം എന്താണ്? I എന്ന് പറയുന്നത് സെയിം ആണ്. കറന്റ് എന്ന് പറയുന്നത് രണ്ട് റെസിസ്റ്ററിലും സെയിം ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് IR1 എന്ന് വരുന്നത്. അപ്പൊ V2 എന്തായിട്ട് മാറും? IR2 എന്നായിട്ട് മാറും. അതായത് ഇതിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? IR2 എന്നായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ IR എന്താവും? IR1 പ്ലസ് IR2 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവും? നമ്മുടെ രണ്ടിലും I എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ I പുറത്തോട്ട് എടുക്കുന്നു. IR is equal to I into R1 plus R2 ആയിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഈ I എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അപ്പൊ ആരാ ബാക്കിയുള്ളത്? നമ്മുടെ R ആണ് ബാക്കിയുള്ളത്. R is equal to R1 plus R2. എന്താണ് R? നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. അത് എന്തായിട്ടുണ്ട്? സം ആയിട്ടുണ്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് is the sum of resistance of all resistors when they are connected in series. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തായിട്ടുണ്ട്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് അത് സം ആയിട്ടുണ്ട്. നമ്മുടെ റെസിസ്റ്ററിന്റെ സം ആയിട്ട് മാറിയിട്ടുണ്ട്. സീരീസിന്റെ കേസിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താവും? ഇൻക്രീസിങ് ആണ്. അതായത് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതായത് മൂന്ന് കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന് കറന്റ്. നമ്മുടെ കറന്റ് എന്താണ്? സെയിം ആണ്. രണ്ടെന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. മൂന്ന് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താവും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസിന്റെ കേസിൽ ഇൻക്രീസ് ആവും. ഇത്രയൊക്കെയാണ് നമുക്ക് സീരീസ് കണക്ഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പാരലൽ കണക്ഷൻ ആണ്. അതായത് നമ്മൾ സീരീസ് കണക്ഷൻ പഠിച്ചില്ലേ? അതിന്റെ കുറച്ച് ഓപ്പോസിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആര് കാണിക്കുന്നത്? പാരലൽ കണക്ഷൻ കാണിക്കുന്നത്. നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സർക്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലൽ ആയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് R1 ഇവിടെ ഉണ്ട്, R2 ഇവിടെ ഉണ്ട്. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് പറയാം? പാരലൽ കണക്ഷൻ എന്ന് പറയാം. ഇവിടെയും നമുക്ക് മൂന്ന് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് നമ്മുടെ കറന്റ് ആണ്, രണ്ട് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, മൂന്ന് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ സീരീസിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഐനെ കുറിച്ച് വലിയ ടെൻഷൻ ഇല്ല. മിസ് ഓൾറെഡി അതിനുള്ള ടിപ്പ് പറഞ്ഞായിരുന്നു. ഐനെ കുറിച്ച് ഓർത്തിട്ട് നമുക്ക് ടെൻഷൻ ഇല്ല. പക്ഷെ ഇവിടെ വില്ലൻ ആരാണ്? നമ്മുടെ ഐ ആണ്. ഇവിടെ വില്ലൻ നമ്മുടെ ഐ ആണ്. എന്തുകൊണ്ട്? അതായത് നമ്മുടെ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഐ എന്ന് പറയുന്നത് എന്താവുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിലേ കൂടി പോകുന്ന ഐ എന്താവും? I1. അതുപോലെ രണ്ടാമത്തെ നമ്മുടെ റെസിസ്റ്റൻസിൽ പോകുന്ന ഐ എന്താണ്? I2. അതായത് ഐ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ആരാണ് നമ്മൾ സൈലന്റ് ആള്? നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടെ സൈലന്റ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ പോകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. R1 ആണെങ്കിലും R2 ആണെങ്കിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക? അതായത് നമ്മുടെ ഐ എന്തായിട്ട് മാറുന്നുണ്ട്? I1 പ്ലസ് I2 ആയിട്ട് മാറുന്നുണ്ട്. അതായത് നമ്മുടെ ഐ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ I1 ഈ സൈഡിൽ എത്തുമ്പോൾ I2 ആയിട്ട് മാറുന്നുണ്ട്. I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 ആയിട്ട് മാറുന്നുണ്ട്. നമ്മുടെ ഓംസ് ലോയിൽ എന്താ പറഞ്ഞത്? V ഈസ് ഈക്വൽ ടു IR. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ I എന്ന് പറയുന്നത് എന്താവും? I എന്ന് പറയുന്നത് V ബൈ R ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? V ബൈ R ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു കേസിൽ എന്താവും? I എന്ന് പറയുന്നത് V ബൈ R1 ആയിട്ട് മാറും. അതായത് നമ്മളെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നില്ല. ആരാ ചേഞ്ച് ചെയ്യുന്നുള്ളത്? റെസിസ്റ്റൻസ് R1 ആണ് അവിടെ ഉള്ളത്. അതായത് V ബൈ R1 ആണ് മുകളിലത്തെ കേസിലാവുക. താഴത്തെ കേസിൽ എന്ത് ചെയ്യും? V ബൈ R2 എന്നാവും. അതായത് V ബൈ R ഈസ് ഈക്വൽ ടു V ബൈ R1 പ്ലസ് V ബൈ R2 എന്ന് ആവും. അതായത് നമ്മുടെ V എന്ന് പറയുന്നത് ഇവിടെ സെയിം ആണ്. മാത്രമല്ല ഇവിടെ കോമൺ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തോട്ട് എടുക്കുന്നുണ്ട്. അതായത് V ഇൻറ്റു 1 ബൈ R ഈസ് ഈക്വൽ ടു V ഇൻറ്റു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്ന് എഴുതുന്നുണ്ട്. എന്ത് ചെയ്യും? ഇനി ഇത് ക്യാൻസൽ ചെയ്യണം. നമ്മൾ V എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും.
നെക്സ്റ്റ് 1/r ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ ഇനി എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഇതിന്റെ റെസിപ്രോക്കൽ നമുക്ക് r ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ r ഈസ് ഈക്വൽ ടു r1 r2 ബൈ r1 പ്ലസ് r2. എന്താ ഇവിടെ ചെയ്യുന്നത്? നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് r1 r2 ബൈ r1 പ്ലസ് r2 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നത്. പാരലൽ കണക്ഷന്റെ കേസിൽ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? I എന്ന് പറയുന്നതാണ് ചേഞ്ച് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതായത് സീരീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ പാരലൽ കണക്ഷൻ വരിക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്കൊരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. വളരെയധികം സിമ്പിൾ ആണ്, പക്ഷെ എന്താണ് ഇമ്പോർട്ടന്റും കൂടിയാണ്. അതായത് ഈ ഒരു കാര്യം പഠിച്ചവർക്ക് ആ ഒരു ടേബിൾ വളരെയധികം സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് പഠിച്ച ഒരാൾ എന്ത് ചെയ്യും? ആ ഒരു ടേബിൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഫില്ല് ചെയ്യും. ആ ഒരു ടേബിൾ നമുക്ക് നോക്കിയാലോ. ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ ഉള്ളത്? റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്, അതുപോലെ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. കുറച്ച് കാര്യം നമുക്ക് അവിടെ ബ്ലാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആര് ഫൈൻഡ് ഔട്ട് ചെയ്യണം? നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് കുറച്ച് ക്ലൂസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് കേസ് നോക്കിക്കോളൂ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. സീരീസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്? എന്താണ് കൂടുന്നുണ്ട്. അപ്പൊ പാരലലിന്റെ കേസിൽ എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. വേഗം ഫില്ല് ചെയ്തോളൂ എല്ലാവരും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ ബ്ലാങ്ക് ആണുള്ളത്. ഇവിടെയാണ് ആൻസേഴ്സ് ഉള്ളത്. അതായത് കറന്റ് ത്രൂ ഈച്ച് ട്രാൻസിസ്റ്റേഴ്സ് ഈസ് ഡിഫറെന്റ്. ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ആസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ്. അതായത് നമ്മുടെ പാരലലിന്റെ കേസ് നമ്മൾ പഠിച്ചായിരുന്നു. കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സീരീസിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? സീരീസിൽ നമ്മുടെ കറന്റ് എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് കറന്റ് ഇവിടെയാണ് സെയിം ആണ്. കറന്റ് എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മൾ മറക്കൂല ഈ സെയിം എന്ന് പറയുന്നത്. കറന്റ് എന്ന് പറയുന്നത് I ആണ്. നമ്മുടെ സീരീസിലും I ഉണ്ട്. അതെന്താണ്? സെയിം ആണ്. ക്ലിയർ അല്ലേ? എവിടെയാണ് കറന്റ് ചേഞ്ച് ചെയ്യുന്നത്? നമ്മുടെ പാരലലിന്റെ കേസിലാണ് കറന്റ് ചേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവിടെ നോക്കിക്കോളൂ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെന്റ്. ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ആസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ്. അതായത് നമ്മൾ സീരീസിന്റെ കേസിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻറ്റ് എന്താണ്? ഡിഫറെന്റ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. പക്ഷേ പാരലലിന്റെ കേസിൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഒരു കേസും കൂടിയുണ്ട്. ഇത് മിസ് നേരത്തെ പറഞ്ഞിട്ടില്ല. അതെന്താണ് വെച്ചാൽ നമ്മുടെ പാരലലിന്റെ കേസിൽ എന്താണ്? ഈച്ച് റെസിസ്റ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ച്. അതായത് നമ്മളെ റെസിസ്റ്റർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ട് നമുക്ക് പാരലലിന്റെ കേസിൽ കണക്ട് ചെയ്യാം. പക്ഷെ സീരീസിന്റെ കേസിൽ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റൂല. അതായത് നമ്മുടെ റെസിസ്റ്റേഴ്സ് എന്താണ്? നമ്മൾ സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? കൺട്രോൾ ചെയ്യാൻ പറ്റൂല. റെസിസ്റ്റേഴ്സ് cannot be controlled by different separate switches. Controlled by separate switches. Clear അല്ലേ? അതായത് നമ്മുടെ വീട്ടിലുള്ള കണക്ഷൻ ഏതാണ്? അത് നമ്മുടെ പാരലൽ കണക്ഷൻ ആണ്. അതായത് നമ്മൾക്ക് ഓരോ ഡിവൈസസിനും എന്തുണ്ട്? സെപ്പറേറ്റ് സ്വിച്ച് ആണ് ഉള്ളത്. പക്ഷെ സീരീസിന്റെ കേസിൽ അത് നടക്കൂല. അതായത് നമ്മൾ സെപ്പറേറ്റ് സ്വിച്ച് നമുക്ക് സീരീസിന്റെ കേസിൽ പറ്റൂല. ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. ഈ ഒരു പോയിന്റ് മിസ് നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പൊ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോബ്ലം ആണ്. അതായത് നമ്മൾ കുറെ കാര്യം ഇവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇതാണ്. വാട്ട് ഈസ് ദ കറന്റ് ഇഫ് 4 ohm and 2 ohm resistors are connected in series and 6 volt potential difference is applied? അതായത് എന്താണ്? 4 ohmഉം അതുപോലെ 2 ohmഉം റെസിസ്റ്റർ എവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 6 volt ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? നമ്മുടെ I ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? റെസിസ്റ്റർ തന്നിട്ടുണ്ട്. 2 റെസിസ്റ്റർ ഉണ്ട്.
അതായത് R1 and R2 അത് തന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ 4 ohm ആണ്, രണ്ട് എന്ന് പറയുന്നത് 2 ohm ആണ്, നമ്മുടെ V എന്ന് പറയുന്നത് എത്രയാണ് 6 ohm ആണ്, സോറി 6 വോൾട്ട് ആണ്. എങ്കിൽ I ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. I എങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും? നമുക്ക് ആറും വിയും തന്നിട്ടുണ്ട്. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, അതായത് ഓംസ് ലോയിൽ എന്താ പറയുന്നത്, V ഈസ് ഈക്വൽ ടു IR എന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമ്മുടെ I എന്താവും, V ബൈ R ആയിട്ട് മാറും. I ഈസ് ഈക്വൽ ടു V ബൈ R ആയിട്ട് മാറും. എന്നാലും പ്രശ്നമുണ്ടല്ലോ, നമുക്കിവിടെ രണ്ട് റെസിസ്റ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ R എന്തായിരിക്കും? R എന്ന് പറയുന്നത് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ക്ലിയർ അല്ലേ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമ്മുടെ R എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാ കണക്ട് ചെയ്തിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് വായിച്ച്. R കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കണക്ഷൻ എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എങ്കിൽ നമ്മുടെ R എന്ന് പറയുന്നത് എന്താവും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. R എന്ന് പറയുന്നത് എന്താവും? R1 പ്ലസ് R2 ആയിട്ട് മാറും. അതിൽ R1 and R2 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 4 ohm പ്ലസ് 2 ohm ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ohm ആണ് നമ്മുടെ R എന്ന് പറയുന്നത്. V എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? 6 വോൾട്ട് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, 6 ഡിവൈഡ് ബൈ 6 എത്രയാണ്? 1 ആണ് നമുക്ക് ആൻസർ വരിക. 1 ആംപിയർ, അതായത് ഐയുടെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. നമുക്ക് ആൻസർ എത്രയാണ്? 6 ബൈ 6 ഈസ് ഈക്വൽ ടു 1 ആംപിയർ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ഫസ്റ്റ് എടുത്തെഴുതുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, എന്താണ് നമുക്ക് തരാത്തത്, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മളൊന്ന് നോക്കുന്നു. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് നോക്കണം, നമ്മുടെ യൂണിറ്റും കൂടി എഴുതാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം ആണ്. പെട്ടെന്ന് നോക്കിക്കോളൂ. നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം, വാട്ട് ഈസ് ദ കറന്റ് ഇഫ് 12 ohm and 4 ohm resistors are connected in parallel and 12 volt potential difference is applied. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണം, നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് താഴെ ഒന്ന് എഴുതുക. അതായത് നമ്മുടെ റെസിസ്റ്റേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. R1 എന്ന് പറയുന്നത് എത്രയാണ്? 12 ohm. അതുപോലെ R2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ohm ആണ്. നെക്സ്റ്റ് എന്താ തന്നിട്ടുള്ളത്? 12 വോൾട്ട്. അതായത് നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 വോൾട്ട്, അതും തന്നിട്ടുണ്ട്. എന്താണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? കറന്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് I ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇക്വേഷൻ അറിയാം, നമുക്ക് R ഉം തന്നിട്ടുണ്ട്, V യും തന്നിട്ടുണ്ട്. എങ്കിൽ ഐയുടെ ഇക്വേഷൻ എന്താ വരിക? അതായത് നമ്മൾ പഠിച്ചായിരുന്നു ഓംസ് ലോ, V is equal to IR. എങ്കിൽ I is equal to V by R ആണ് നമുക്ക് വരിക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? R ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇത് എന്തിന്റെ കേസിലാണ്? പാരലൽ എന്നതിന്റെ കേസിലാണ്. അപ്പോൾ R എന്താവും? പാരലലിന്റെ കേസിൽ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആയിട്ട് മാറും. അതായത് 12 into 4 ഡിവൈഡഡ് ബൈ 12 plus 4 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 48 ഡിവൈഡ് ബൈ 16. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് നമ്മുടെ R എന്ന് പറയുന്നത്. നമുക്ക് 3 കിട്ടിക്കഴിഞ്ഞു, അതായത് നമ്മുടെ R കിട്ടിക്കഴിഞ്ഞു. എങ്കിൽ V ബൈ R ഈസ് ഈക്വൽ ടു 12 ബൈ എത്രയാണ്? 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നമ്മുടെ കറണ്ട് എന്താണ്? I എന്ന് പറയുന്നത് 4 ആയിട്ട് മാറുന്നുണ്ട്. എന്ത് എഴുതണം? യൂണിറ്റും കൂടി എഴുതണം. 4 ആംപിയർ ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്, അതിൻ്റെ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ യൂണിറ്റും കൂടി എഴുതുമ്പോഴാണ് നമ്മുടെ
ആൻസർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുക. എന്ത് ശ്രദ്ധിക്കണം? ഈ ഒരു കണക്ഷന്റെ കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ സീരീസിന്റെ കേസിൽ R എന്ന് പറയുന്നത് R1 + R2 ആയിട്ട് മാറും. അതുപോലെ നമ്മളെ പാരലലിന്റെ കേസിൽ എന്തായിട്ട് മാറും? R1 R2 / R1 + R2 ആയിട്ട് മാറും. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതായത് ചില ഡിവൈസസിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടോ? ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ഹീറ്റ് എനർജി, അതായത് ഹീറ്റിംഗ് എഫക്റ്റ് നമുക്ക് തരുന്നുണ്ട്. അതായത് നോക്കിക്കോളൂ, electric heating appliances are instruments that make use of heating effect of electricity. നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് ഏതാണ്? ഹീറ്റിംഗ് എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ആക്ച്വലി നമ്മുടെ ഇലക്ട്രിക് എനർജി എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്? ഹീറ്റ് എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ഹീറ്റ് എനർജി ആണ്. അതുപോലെയുള്ള ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് പറഞ്ഞേ നമ്മൾ യൂസ് ചെയ്യുന്നത്? അയൺ ബോക്സ്. ഓർക്കുന്നില്ലേ? അയൺ ബോക്സ്. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് എന്ത് തരുന്നുണ്ട്? ഹീറ്റിംഗ് എഫക്റ്റ് ആണ് തരുന്നുള്ളത്. ക്ലിയർ അല്ലേ? ഈ ഒരു അയൺ ബോക്സിന്റെ അകത്ത് എന്തുണ്ട്? നമ്മുടെ ഹീറ്റിംഗ് കോയിൽസ് ഉണ്ട്. ഈ ഒരു ഹീറ്റിംഗ് കോയിൽസ് ആണ് നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് തരുന്നത്. ഹീറ്റിംഗ് കോയിൽസ് ആർ മേഡ് അപ്പ് ഓഫ് നിക്രോം. നിക്രോം എന്ന് പറയുന്ന ഒരു അലോയ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? നമ്മുടെ ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നിക്രോം ഇസ് എൻ അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. അതായത് നമ്മുടെ നിക്കൽ, ക്രോമിയം, അയണിന്റെ അലോയ് ആണ് ആര്? നമ്മുടെ നിക്രോം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മുടെ അയൺ ബോക്സിനകത്ത് എന്തുണ്ട്? ഹീറ്റിംഗ് കോയിൽസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മുടെ നിക്രോം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മൈക്രോവേവ് ഓവൻ ഉണ്ടല്ലോ, ഇൻഡക്ഷൻ കുക്കർ, ഇതൊക്കെ നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് തരുന്നുണ്ട്. പക്ഷെ അവിടെ ഉള്ളത് നമ്മുടെ ഹീറ്റിംഗ് കോയിൽ അല്ല, മറിച്ച് ഒരു എഡി കറന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതും ഇതൊന്നും എന്ത് ചെയ്യില്ല, മാറാൻ പാടില്ല. അതുകൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. നമ്മുടെ അയൺ ബോക്സിനകത്തുള്ളത് നമ്മുടെ ഹീറ്റിംഗ് കോയിലാണ്. മൈക്രോവേവ് ഓവൻ അതുപോലെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ എന്താണുള്ളത്? എഡി കറന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ നിക്രോമിനെ ഹീറ്റിംഗ് കോയിലായിട്ട് യൂസ് ചെയ്യുന്നത്? അതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ? എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് നിക്രോം ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. സ്റ്റാർ ഇട്ട് വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഉള്ളത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റിവിറ്റി. അതായത് നമ്മുടെ നിക്രോമിന് എന്തുണ്ട്? ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അതായത് നമ്മുടെ നിക്രോമിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആണ്. ദാറ്റ് ഈസ് വൈ. Next, third point, ability to remain in red hot condition for a long time without getting oxidized. അതായത് ഓക്സിഡൈസ് ആവാതെ തന്നെ എന്തിനുള്ള കഴിവുണ്ട്? റെഡ് ഹോട്ട് കണ്ടീഷൻ ആയിട്ട് ആര് നിൽക്കുന്നുണ്ട്? നമ്മുടെ നിക്രോം നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി എന്തിനു കൊടുക്കുന്നുണ്ട്? അയൺ ബോക്സിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള ഹീറ്റിംഗ് കോയിലാണ് ഈ നിക്രോം എന്ന് പറയുന്നത്. അതിന് എന്തിനുള്ള കഴിവുണ്ട്? റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. അതായത് കുറേ ടൈം എന്തിനുള്ള കഴിവുണ്ട്? റെഡ് ഹോട്ട് കണ്ടീഷനിൽ സ്റ്റേ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞത്. അതായത് ഒന്ന് ഹൈ റെസിസ്റ്റിവിറ്റി, രണ്ട് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, തേർഡ് വൺ എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഇതൊക്കെയാണ് നമ്മുടെ നിക്രോമിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ആണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ, ഫ്യൂസ് പോയി എന്നൊക്കെ കേൾക്കാറില്ലേ? അതായത് നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള ഒരു സാധനമാണ്, വീട്ടിൻ്റെ അകത്തല്ല, വീട്ടിൻ്റെ പുറത്തുള്ള ഒരു സാധനമാണ് ഈ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മീറ്റർ ബോർഡിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു സേഫ്റ്റി ഫ്യൂസ് ഉണ്ടാവുക. ഓക്കെ, അതിനെ കുറിച്ചാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സേഫ്റ്റി ഫ്യൂസ്, ദ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്ന ഡിവൈസിന് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഫക്റ്റ് ആണ് കിട്ടുന്നത്? ഹീറ്റിംഗ് എഫക്റ്റ് ആണ് കിട്ടുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരിക. സെക്കൻഡ് പോയിന്റ് എന്താണ്? അതിന്റെ മെയിൻ പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിൻ പാർട്ട് ഓഫ് സേഫ്റ്റി ഫ്യൂസ് എന്താണ്? അത് നമ്മുടെ ഫ്യൂസ് വയർ ആണ്. ഫ്യൂസ് വയർ ആണ്. ഇറ്റ് ഈസ് ആൻ അലോയ് ഓഫ് ടിൻ
ആൻഡ് ലെഡ്. ഈ ഒരു ഫ്യൂസ് വയർ ഉണ്ടാക്കിയിട്ടുള്ളത് അലോയ് കൊണ്ടാണ്. എന്തിന്റെ അലോയ് ആണ്? നമ്മുടെ ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. The third point എന്താണ്? ഇറ്റ് ഹാസ് റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ്. എന്താണുള്ളത്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ആർക്കുള്ളത്? നമ്മുടെ ഫ്യൂസ് വയറിനുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഹീറ്റിംഗ് എഫക്റ്റിന്റെ കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്, അതായത് നമ്മുടെ ഫ്യൂസ് വയർ. നെക്സ്റ്റ് നമ്മൾക്ക് എന്താ പറയാനുള്ളത്? റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫ്യൂസ് മെൽറ്റ് ചെയ്യുന്നത്, അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഡ്യൂറിംഗ് ദ എൻറ്റയർ ടൈം ഓഫ് പാസിംഗ് ഓഫ് കറന്റ് ത്രൂ എ സർക്യൂട്ട് എ സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ ഫ്യൂസ് വയർ. അതായത് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? സർക്യൂട്ടിനകത്ത് കറന്റ് പാസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫ്യൂസ് വയറിനകത്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് ഹീറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ദ സറൗണ്ടിങ്സ്. ഈ ഒരു ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സറൗണ്ടിങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. When the current that flows into the circuit exceeds the permissible limit, the heat generated becomes excessive. അതായത് ഒരു ലിമിറ്റിൽ കൂടുതൽ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഹീറ്റ് ജനറേറ്റഡ് എന്ന് പറയുന്നതും എക്സസീവ് ആവുന്നുണ്ട്. അതായത് ഹീറ്റ് ജനറേറ്റഡും കൂടുന്നുണ്ട്. Since more heat is generated in unit time than the heat transmitted, അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഹീറ്റിനേക്കാൾ അധികം എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് എന്ത് സംഭവിക്കുക? നമ്മുടെ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. സേഫ്റ്റി ഫ്യൂസ് is a device which protects us and the appliances from danger when an excessive current flows through the circuit. അതായത് നമ്മുടെ സർക്യൂട്ടിൽ എക്സസീവ് കറന്റ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് നമ്മൾ എന്ത് വിചാരിക്കണം? എക്സസീവ് ആയിട്ടുള്ള കറന്റ് നമ്മുടെ സർക്യൂട്ടിനകത്ത് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാണ് അതിലൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, when a fuse wire is included in an household wiring, what are the precautions? അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹൗസ് ഹോൾഡ് വയറിംഗിൽ ഫ്യൂസ് വയറിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്, അതായത് മുൻകരുതൽ എന്തൊക്കെയാണ്? ദ എൻഡ് ഓഫ് ദ ഫ്യൂസ് വയർ മസ്റ്റ് ബി കണക്റ്റഡ് ഫേംലി അറ്റ് അപ്രോപ്രിയേറ്റ് പോയിന്റ്സ്. അതായത് അതിന്റെ അപ്രോപ്രിയേറ്റ് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്യൂസ് വയറിന്റെ എൻഡ് കണക്ട് ചെയ്യണം. അതായത് നമ്മൾ ഫസ്റ്റ് പോയിന്റ് അതാണ്. അതായത് നമ്മുടെ ഫ്യൂസ് വയറിന്റെ എൻഡ് എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നമ്മൾ അതിന്റെ പോയിന്റിൽ കണക്ട് ചെയ്യിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്താണ്? ദ ഫ്യൂസ് വയർ ഷുഡ് നോട്ട് പ്രൊജക്ട് ഔട്ട് ഓഫ് കരിയർ ബേസിന്റെ പുറത്തേക്ക് എന്ത് പ്രൊജക്ട് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഫ്യൂസ് വയർ പ്രൊജക്ട് ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മുടെ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്യൂസ് വയർ നമ്മൾ ഹൗസ് ഹോൾഡ് വയറിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നെങ്കിൽ അതിന്റെ പ്രിക്കോഷൻസ് ഇതൊക്കെയാണ്. ഒന്ന്, നമ്മുടെ ഫ്യൂസ് വയർ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് പോയിന്റിൽ നമ്മൾ കണക്ട് ചെയ്യണം. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ കരിയർ ബേസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടില്ലേ, അതിന്റെ പുറത്തായിട്ട് പ്രൊജക്ട് ചെയ്യാൻ പാടില്ല. എന്ത്? നമ്മുടെ ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇലക്ട്രിക് പവർ. എന്താണ് ഈ ഇലക്ട്രിക് പവർ? അതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. The amount of energy consumed by an electric appliance in unit time is its power. അതായത് പവർ എന്ന് വെച്ചാൽ എന്താണ്? പവർ എന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക് അപ്ലയൻസ് ഒരു യൂണിറ്റ് ടൈമിൽ കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ്. അതിൻ്റെ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? പവർ എന്ന് പറയുക. The unit of electric power is watt. നമ്മുടെ ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് എന്നാണ്. അതായത് WATT. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ W ആണ്. നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ W ആണ് അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത്. ഇനി പവറിന്റെ ഇക്വേഷൻ നോക്കിയാലോ. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് എനർജി, അതായത് വർക്ക് ഡിവൈഡ് ബൈ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു I²RT. ആക്ച്വലി നമ്മൾ ഹീറ്റിംഗ് അപ്ലയൻസസ് ആണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു I²RT. നമ്മൾ ജൂൾസ് ലോ പഠിച്ചതാണ്. ഹീറ്റ് ജനറേറ്റഡ് എന്ന് പറയുന്നത് എത്രയാണ്? H is equal to I²RT ആണ്. ഡിവൈഡ് ബൈ ടൈം ആണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും?
ടിയും ക്യാൻസൽ ആവും. അങ്ങനെയാണ് നമുക്ക് എന്ത് വരിക, I²R എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇലക്ട്രിക് പവർ. എന്താണ് ഇലക്ട്രിക് പവർ? The amount of energy consumed by an electric appliance in unit time is its power. അതായത് ഒരു യൂണിറ്റ് ടൈമില് നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൺസ്യൂം ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിനാണ് നമ്മൾ എന്ത് പറയാ, ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. The amount of energy consumed by an electric appliance in unit time എന്ന് പറയുന്നതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിനെ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് ആണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് ആണ്. എന്താണ് നമ്മുടെ ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? അത് നമ്മുടെ വാട്ട് ആണ്. വാട്ട്, ഇതാണ് നമ്മുടെ ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. എല്ലാ യൂണിറ്റ്സും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നത്. വൺ വേർഡിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ലാസ്റ്റ് യൂണിറ്റ് എഴുതാനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ പവറിന്റെ യൂണിറ്റ് എന്താണ്, വാട്ട് ആണ്. അതുപോലെ അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്, W ആണ്. ഇതുവരെ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പവറിന്റെ ഇക്വേഷൻ ആണ്. അതായത് നമുക്ക് പവറിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് P എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. P = വർക്ക് ബൈ ടൈം. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് നമ്മളെ I²RT, അതായത് ഹീറ്റ് ജനറേറ്റഡ് ആണ്. ജൂൾസ് ലോയിൽ നമ്മൾ പഠിച്ചതാണ്. ജൂൾസ് ലോയിൽ H എന്ന് പറയുന്നത് എത്രയാണ്, I²RT ആണ്. അതാണ് നമ്മൾ ഇവിടെ വർക്കായിട്ട് കൊടുക്കുന്നത്, ഡിവൈഡഡ് ബൈ ടൈം. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും, I²RT ഡിവൈഡഡ് ബൈ T എന്ന് വരും. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ടി എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, I²R എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് നമ്മുടെ പവറിന്റെ ഇക്വേഷൻ എന്താണ്, I²R ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. ക്ലിയർ അല്ലേ? നമ്മുടെ പവറിന്റെ ഇക്വേഷൻ എന്താണ്, I²R ആണ്. ഇതിൽ I എന്താണ്, കറന്റ് ആണ്. R എന്താണ്, നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാൻ പോകുന്നത് ലൈറ്റിംഗ് എഫക്റ്റ് ആണ്. ഫിലമെന്റ് ലാംപ്സ് വെർ യൂസ്ഡ് ഇൻ വൈഡ് യൂസ് ഇൻ ദ ഏർലി ഡേയ്സ്. നമ്മൾ ഏർലി ഡേയ്സ് പണ്ട് യൂസ് ചെയ്ത ലാമ്പാണ് ഏത്, ഫിലമെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻകാൻഡസെന്റ് ലാമ്പ്. എന്താണ് ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്? ഈ ഒരു ലാമ്പ് കണ്ടില്ലേ, ഇത് തന്നെയാണ് ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. പണ്ട് ഇത് നല്ലോണം യൂസ് ചെയ്തുകൊണ്ടായ ലാമ്പാണ്. ഇതാണ് നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്തായിട്ടുണ്ട്, LED ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബൾബ് ഏതാണ്, LED ആണ് അധികം. ഇപ്പൊ ഇത് കുറവാണ് ഈ ഒരു ബൾബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ നോർമൽ വോൾട്ടേജ് ദ ഫിലമെന്റ്സ് ബിക്കംസ് വൈറ്റ് ഹോട്ട് ആൻഡ് ഗീവ്സ് ഔട്ട് ലൈറ്റ്. അതായത് നമ്മൾ നോർമൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഫിലമെന്റ് എന്താവുന്നുണ്ട്, വൈറ്റ് ഹോട്ട് ആവുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ലൈറ്റ് അങ്ങനെ കിട്ടുന്നുണ്ട്. ആൻഡ് ഗീവ്സ് ഔട്ട് ലൈറ്റ്. Such bulbs are called incandescent bulbs. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻകാൻഡസെന്റ് ലാംപ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബൾബിനാണ് നമ്മൾ എന്ത് പറയാ, ഇൻകാൻഡസെന്റ് ലാംപ്സ് എന്ന് പറയുന്നത്. അതായത് നോർമൽ വോൾട്ടേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഫിലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ലൈറ്റ് ഇമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബൾബിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇൻകാൻഡസെന്റ് ലാംപ്സ് എന്ന് പറഞ്ഞത്. ഫിലമെന്റ്സ് മേഡ് ഓഫ് ദിസ് മെറ്റൽ ടങ്സ്റ്റൺ ആർ യൂസ്ഡ് ഇൻ ദം. ഇതിൽ നമ്മൾ യൂസ് ചെയ്ത ഫിലമെന്റ് ആണ് ഇത്. ഇതിൽ യൂസ് ചെയ്ത ഫിലമെന്റ് ഏതാണ്, നമ്മുടെ ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിലമെന്റ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫിലമെന്റ് ഏതാണ്, ഇൻകാൻഡസെന്റ് ലാമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിലമെന്റ് ഏതാണ്, ടങ്സ്റ്റൺ ആണ്. എന്ത് ചെയ്യാ, മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, tungsten can become white hot and emit white light for a long time. ടങ്സ്റ്റൻ എന്തിനുള്ള കഴിവുണ്ട്, അത് വൈറ്റ് ഹോട്ട് ആവും. എന്നെ എന്ത് ചെയ്യും, ഇമിറ്റ് വൈറ്റ് ലൈറ്റ് ഫോർ എ ലോങ് ടൈം. കുറെ ടൈമിലേക്ക് നമുക്ക് വൈറ്റ് ലൈറ്റ് ഇമിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓക്സിഡേഷൻ ദ ബൾബ് ഈസ് ഇവാക്യുവേറ്റഡ്. നമ്മുടെ ബൾബ് എങ്ങനെയുള്ളത്, ഇവാക്യുവേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, അത് എന്തിനാണ്, അവോയ്ഡ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബൾബ്
ബൾബ് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, വേപ്പറൈസേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഫില്ലിംഗ് സം ഇനേർട്ട് ഗ്യാസ് അറ്റ് ലോ പ്രഷർ ഇൻസൈഡ് ദ ബൾബ്. എന്തിനാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്? നമ്മൾ ഇനേർട്ട് ഗ്യാസ് ലോ പ്രഷറിൽ ഫില്ല് ചെയ്യുന്നുണ്ട് ബൾബിനകത്ത്. എന്തിനാണോ? വേപ്പറൈസേഷൻ, ബാഷ്പീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ടു റെഡ്യൂസ് വേപ്പറൈസേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. നെക്സ്റ്റ്, നൈട്രജൻ ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. നൈട്രജൻ ആണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പർപ്പസിന് യൂസ് ചെയ്യുന്ന സാധനം എന്താണ്? നൈട്രജൻ ആണ്. എന്തിനാണ്? വേപ്പറൈസേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ നോർമൽ വോൾട്ടേജിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫിലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ കത്തുന്നുണ്ട്. മാത്രമല്ല ലൈറ്റ് ഇമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ബൾബിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇൻകാൻഡസെന്റ് ബൾബ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇതിൽ യൂസ് ചെയ്യുന്ന ഫിലമെന്റ്? അത് നമ്മുടെ ടങ്സ്റ്റൺ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ്? നമ്മൾ ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബൾബ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബൾബ് ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്? ടു അവോയ്ഡ് വേപ്പറൈസേഷൻ, ബാഷ്പീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. നൈട്രജൻ ആണ് ഇപ്പോൾ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? ഇൻകാൻഡസെന്റ് ലാമ്പിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പ് ഉണ്ടല്ലോ, അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. എന്താണ് ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഡിസ്അഡ്വാൻറ്റേജ്? ഒന്ന്, ഹൈ കോസ്റ്റ്. ഇതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ആണ്. അതാണ് ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് വരുന്നത്. രണ്ട്, ലോ ലൈറ്റ്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലൈറ്റ് എന്താണ്? കുറവാണ്. നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലൈറ്റ് കുറവാണ്, ലോ ലൈറ്റ്. മൂന്നാമത്തെ പോയിന്റ്, എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അതായത് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ടങ്സ്റ്റൺ ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? അത് വൈറ്റ് ഹോട്ട് കണ്ടീഷനിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ ഹീറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്, എനർജി ലോസ് സംഭവിക്കുന്നുണ്ട്. ഏത് ഫോമിലാണ്? ഹീറ്റിന്റെ ഫോമിൽ എനർജി ലോസ് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് LED ബൾബിനെ കുറിച്ചാണ്. എന്താണ് LED ബൾബ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഡെയിലി യൂസ് ചെയ്യുന്ന ബൾബാണ് ഈ LED ബൾബ് എന്ന് പറയുന്നത്. എന്താണ് ഈ LEDയുടെ ഫുൾ ഫോം? ലൈറ്റ് ഇമിറ്റിംഗ് ഡയോഡ്. അതാണ് നമ്മുടെ LEDയുടെ ഫുൾ ഫോം, ലൈറ്റ് ഇമിറ്റിംഗ് ഡയോഡ്. As there is no filament, there is no loss of energy in the form of heat. നമ്മൾ ടങ്സ്റ്റന്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഫിലമെന്റ് ഉണ്ട്. നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പിൽ എന്തുണ്ട്? ഫിലമെന്റ് ഉണ്ട്. പക്ഷേ LED ബൾബിനകത്ത് എന്തില്ല? ഫിലമെന്റ് ഇല്ല. There is no filament, there is no energy loss in the form of heat. അതുകൊണ്ട് തന്നെ എന്തില്ല? എനർജി ലോസ് ഇല്ല. നമ്മൾ ഹീറ്റിന്റെ ഫോമിൽ എനർജി ലോസ് ഇല്ല. നെക്സ്റ്റ്, there is no mercury in it. It is not harmful to environment. ഇതിനകത്ത് എന്തില്ല? മെർക്കുറി ഇല്ല. അതുകൊണ്ട് നമ്മുടെ എൻവയോൺമെന്റിന് ഇതൊരു ഹാംഫുൾ അല്ല. നെക്സ്റ്റ്, ലോ പവർ കൺസ്യൂംഷൻ, ഹൈ എഫിഷ്യൻസി ആൻഡ് ഹൈ ലോങ്ങെവിറ്റി ആർ ദ അഡ്വാൻറ്റേജസ്. ഇതിന് എന്താണ് ആവശ്യം? ചെറിയൊരു പവർ ആവശ്യമുള്ളൂ. അതായത് ലോ പവർ ആണ് ആവശ്യം. അതുപോലെ എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്? നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹൈ ആണ്. അതായത് നമ്മുടെ LED ബൾബിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹൈ ആണ്. നെക്സ്റ്റ്, ഹൈ ലോങ്ങെവിറ്റി. അതായത് കുറെ കാലം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഒന്ന്, ലോ പവർ കൺസ്യൂംഷൻ. രണ്ട്, എഫിഷ്യൻസി, ഹൈ എഫിഷ്യൻസി. മൂന്ന്, ഹൈ ലോങ്ങെവിറ്റി. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് LED ബൾബ് അറ്റ് ലോ കോസ്റ്റ് മസ്റ്റ് ബി എൻകറേജ്ഡ്. അതായത് നമ്മുടെ LED ബൾബിന് എത്ര ആവശ്യമുള്ളൂ? കുറച്ച് പൈസ മാത്രമേ ആവശ്യമുള്ളൂ. ലോ കോസ്റ്റ് ആണ്. അതായത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതൊക്കെയാണ് നമുക്ക് LED ബൾബിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുക? പാർട്ട് 1 വീഡിയോയും കാണാം, അതുപോലെ പാർട്ട് 2 വീഡിയോസും കാണാം. ഇതിലെ പ്രോബ്ലംസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ചെയ്യേണ്ടത്? ഇക്വേഷൻസ് പഠിക്കുക, പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? യൂണിറ്റ്സും കൂടി പഠിക്കാം. മിസ് കുറേ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രെസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് സെക്ഷനിലോട്ട് വരാം. മിസ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ടിൽ ദെൻ ബൈ.